ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഹനാസ്. മെൻഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ CUET, ക്യുസാറ്റ് തുടങ്ങിയ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയക്കകത്തു നിന്നുള്ള ടോപ്പിക്സും സബ്ജക്ട്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പെസിഫിക്കലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്ട് ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. നമ്മൾ ഒരുപക്ഷെ സ്കൂൾ ക്ലാസ്സുകൾക്കകത്തും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കകത്തും ചില ആളുകളെങ്കിലും ഡിഗ്രി ക്ലാസ്സുകൾക്കകത്തും വിശദമായിട്ട് പഠിച്ചിട്ടുള്ള അറിയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ കേരള ലോ എൻട്രൻസിന്റെ അകത്ത് മൊത്തം 120 ചോദ്യങ്ങൾക്കകത്ത് 42 ചോദ്യമാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് ഏകദേശം 1/3 ഓഫ് ദി ടോട്ടൽ ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ അതിലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്റെ പകുതി ചോദ്യങ്ങളെങ്കിലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കേരള ലോ എൻട്രൻസ് ആണെങ്കിലും സാറ്റ് ആണെങ്കിലും അതുപോലെ CUET ആണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പേപ്പർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പോളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ വേണ്ടി പറ്റും. വാട്ട് യു മീൻ ബൈ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളതിന് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ സെന്റൻസ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീം ലോ ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ പല രീതിയിലുള്ള നിയമങ്ങളുണ്ട്. നമ്മൾക്ക് ക്രിമിനൽ നിയമങ്ങളുണ്ട്, BNSS, BNS, അതുപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നൊക്കെ പറയുന്ന നമ്മുടെ ക്രിമിനൽ നിയമങ്ങളുണ്ട്. നമുക്ക് സിവിൽ നിയമങ്ങളുണ്ട്, നമ്മുടെ CPC പോലുള്ള സിവിൽ നിയമങ്ങളുണ്ട്. മറ്റൊരുപാട് ആക്ടുകളും സ്റ്റാറ്റ്യൂട്ടുകളും ഇന്ത്യക്കകത്തുണ്ട്. പല ടൈപ്പ് ഓഫ് ലോസ്, ഫാമിലി ലോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൈൻഡ്സ് ഓഫ് ലോസ് നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ആ നിയമങ്ങൾക്കകത്തെല്ലാം ഏറ്റവും സുപ്രീം ആയിട്ടുള്ള, ഏറ്റവും പരമാധികാരമായിട്ടുള്ള, ഏറ്റവും പരമോന്നതമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ഓഫ് അവർ ലാൻഡ്, അല്ലെങ്കിൽ ലോ ഓഫ് അവർ ലാൻഡ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഭരണഘടന. നമ്മുടെ രാജ്യം എങ്ങനെയുള്ളതായിരിക്കണം, രാജ്യത്തിന്റെ സ്വഭാവം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ട് 2 പൗരത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. പൗരത്വം, ജനങ്ങൾക്കുള്ള മൗലിക അവകാശങ്ങൾ, ഇവിടെയുള്ള ഗവൺമെന്റുകളുടെ രീതി, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഭരണഘടനയ്ക്കകത്താണ്. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഇലക്ഷൻസ് നടക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളെ ഭരിക്കപ്പെടേണ്ടത്, ഭരണാധികാരികൾ എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് മോഡലായിരിക്കണം അവരെ തിരഞ്ഞെടുക്കേണ്ടത്, പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണ് പ്രസിഡന്റ് ആവേണ്ടത്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ലോകസഭ, രാജ്യസഭ, ഇങ്ങനെ നമ്മുടെ ഭരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് രാജ്യത്തോടുള്ള കടമകൾ, അതുപോലെ അങ്ങനെയുള്ള ഇവിടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷന്റെ മെത്തേഡ്, അതുപോലെ വേരിയസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ അടിസ്ഥാന നിയമങ്ങളും ഉൾപ്പെടുന്ന ഒരു നിയമ സംഹിതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ബേസിക് ലോ ഓഫ് അവർ കൺട്രി, അല്ലെങ്കിൽ സുപ്രീം ലോ ഓഫ് അവർ കൺട്രി, ലോ ഓഫ് അവർ ലാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നിയമമാണ്. അപ്പൊ ആ ഭരണഘടനയുടെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഭരണഘടനയെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ, വളരെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഉപകാരമാവുന്ന ഒരു ക്ലാസ് ആയിരിക്കട്ടെ ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇനി നമ്മുടെ ഭരണഘടന, എത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഭരണഘടന റിട്ടൺ ഫോർമാറ്റിലുള്ള, അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ലിഖിതമായിട്ടുള്ള രീതിയിൽ കാണപ്പെടുന്ന, രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. വി ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ലോകത്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം ഇന്ത്യ മാത്രമൊന്നുമല്ല. അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ഫോർമാറ്റിലുള്ളതാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ഫോർമാറ്റിലുള്ളതാണ്. അതെല്ലാം ഒരു റിട്ടൺ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയാണ് റിട്ടൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. എന്നാൽ ലോകത്ത് റിട്ടൺ ഫോർമാറ്റിൽ മാത്രം കാണപ്പെടുന്ന ഭരണഘടന മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല.
അൺകോഡിഫൈഡ് ആയിട്ടുള്ള ഭരണഘടനകൾ എന്ന് പറഞ്ഞാൽ കോഡിഫൈഡ് രൂപത്തിൽ അല്ലാതെ കാണപ്പെടുന്ന ഭരണഘടനകളും ലോകത്തിന്റെ അകത്തുണ്ട്. അതിനെ നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. അത്തരത്തിലുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്, ചൈനയാണ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സുപ്രീം ലോ ഓഫ് അവർ ലാൻഡ്. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, അതിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഭരണഘടനയാണ് എന്നുള്ള ഉത്തരം നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ രൂപം അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എത്തരത്തിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആയിട്ട് നമ്മൾ റിട്ടൺ ഫോർമാറ്റിലായിട്ടുള്ള കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഭരണഘടനകളുള്ള രാജ്യം അമേരിക്ക ഉണ്ട്, ഫ്രാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയേണ്ടായി. എന്നാൽ അൺറിട്ടൺ രീതിയിലുള്ള ഈ കസ്റ്റംസിന്റെയും ഒരുപാട് കൺവെൻഷൻസ്, കസ്റ്റംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല രീതിയിൽ കിടക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളായിട്ടും ഒക്കെ കാണപ്പെടുന്ന അൺകോഡിഫൈഡ് ആയിട്ടുള്ള ഭരണഘടനകളുള്ള രാജ്യവും ലോകത്തുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ചൈനയെയും ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ബ്രിട്ടനെയൊക്കെ പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടന കാണപ്പെടുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഭരണഘടനയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അറിവുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വളരെ ബേസിക്സും ഇൻട്രൊഡക്ഷനും പറഞ്ഞു പോവാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം പിന്നീട് നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ നേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് സാധ്യമാണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ ഒരു റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ നേച്ചർ നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നത് സാധ്യമാണ്. അത് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. എന്നാൽ വളരെ എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടോടു കൂടി അല്ലെങ്കിൽ അത്ര ഈസി അല്ലാണ്ട് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭരണഘടന റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ? റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം വരുത്താൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റം വരുത്തുക ബുദ്ധിമുട്ടായിട്ടുള്ള ഭരണഘടനകളാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഭരണഘടനയാണ് എന്നാൽ നമ്മുടേത് ഇതിൽ റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് റിജിഡും ഫ്ലെക്സിബിളും ആണ്, രണ്ടിന്റെയും എലമെന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പം അതായത് നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരിക സാധ്യമാണ്. ചില പ്രൊവിഷൻസ് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുകയും ചില പ്രൊവിഷൻസ് വളരെ ബുദ്ധിമുട്ടേറിയ അമെൻമെന്റ് പ്രൊസീജിയറുകളിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന പ്രൊവിഷൻസും ഉൾക്കൊണ്ട ഒരു ഭരണഘടനയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ നേച്ചറിനെ കുറിച്ച് പറയുന്നത് it is neither rigid nor flexible എന്ന് പറയുന്നത്. റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല, എന്നാൽ രണ്ടിന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണഘടനയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് അപ്പം ഇതൊക്കെ അതിന്റെ നേച്ചറും എങ്ങനെ കാണപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ആരാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്, ആരാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ആരാണ് ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ പലപ്പോഴും ക്ലാസ്സുകൾക്കകത്തൊക്കെ കുട്ടികളോട് നമ്മുടെ ഭരണഘടന ആരാണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു ഉത്തരം ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന മേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായിട്ടും ശില്പിയായിട്ടും വിളിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ആരാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആയിട്ട് നമ്മളൊരു വ്യക്തിയുടെ പേരല്ല, പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള ഒരു ഉത്തരവാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഒരു വ്യക്തിയല്ല ഭരണഘടന ഉണ്ടാക്കിയത്, എന്നാൽ ആ നേരത്തെ പറഞ്ഞ വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന മേക്ക് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള അതിന്റെ നേതൃത്വമായി നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഭരണഘടന who prepared or who framed India's constitution എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളതാണ് അതിന്റെ ആൻസർ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി prepared or framed India's constitution എന്നുള്ളതാണ് അതിന്റെ ആൻസർ. സോ who framed and adopted, ആരാണ് ഭരണഘടന ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഭരണഘടനയെ ഫ്രെയിം ചെയ്തത്?
അല്ലെങ്കിൽ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തത് അംഗീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അവരാണ് അതിനെ ഫ്രെയിം ചെയ്തത്, അവരാണ് അതിനെ ഒഫീഷ്യലി ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിൽ അതിൽ ഏറ്റവും പങ്കുവഹിച്ച ഒരാള് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അതൊരു നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. who prepared or who adopted India's Constituent Assembly, India's Constitution എന്ന് വെച്ചാൽ Constituent Assembly, and who was the father or architect of India's Constitution എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ. അത് രണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച്. ഓക്കെ, പിന്നീട് നമ്മുടെ ഭരണഘടന അങ്ങനെ ഭരണഘടന നമുക്ക് ഉണ്ടായി. ആ ഭരണഘടന ഇന്ന് നിലകൊള്ളുന്നു. നമ്മളെ രാജ്യം പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ്. ആ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും വിള്ളലുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കകത്ത് എന്തെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളെ പ്രിവെന്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണ്. സോ അവർ പോയിന്റ് ഈസ് ദാറ്റ് who is known as the protector of the constitution എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോർട്ട്. ആ സുപ്രീം കോടതിക്കാണ് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള കടമ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ഭരണഘടന തന്നെ വിഭാവനം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്. എന്താണ് ഭരണഘടന? ഭരണഘടന നമ്മുടെ ബേസിക് ആയിട്ടുള്ള നിയമമാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്നതും എന്നാൽ ബേസിക് ആയിട്ടുള്ള നിയമമാണ് ഭരണഘടന. ഭരണഘടന എത്തരത്തിൽ കാണപ്പെടുന്നതാണ്? അതൊരു റിട്ടേൺ ഫോർമാറ്റിൽ കാണപ്പെടുന്നതാണ്. അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? അതിന്റെ അകത്ത് അമെന്റ്മെന്റ് ഈസി ആണോ ടഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ ഒരു ബ്ലെൻഡ് ആണ്. ഇത് റിജിഡ് നോട്ട് ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു രൂപമാണ് ഭരണഘടനയ്ക്കുള്ളത്. അത് ലിഖിത രൂപത്തിൽ കാണപ്പെടുന്നതാണ്. അതിനെ അഡോപ്റ്റ് ചെയ്യുന്നതും ഫ്രെയിം ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. എന്നാൽ അതിന് വലിയ പങ്ക് വഹിച്ച വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നമ്മൾ ഭരണഘടനയുടെ ശില്പി അഥവാ പിതാവ് എന്ന് വിളിക്കുന്നു. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഇന്ത്യയുടെ സുപ്രീം കോർട്ടിനാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മേക്ക് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആരൊക്കെ ഉൾക്കൊള്ളുന്നതാണ്, എങ്ങനെയുള്ളതായിരുന്നു, ആരാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ന് മുതലാണ് അത് രൂപം കൊണ്ടത്, അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഹിസ്റ്ററിയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നു, അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ, അതെങ്ങനെയാണ് ഭരണഘടന ഉണ്ടാക്കുന്ന പ്രൊസീജിയറുമായി മുന്നോട്ട് പോയത് എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ആ സഭയെ കുറിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്ത്യ വരുന്നത് എന്നാ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15-നാണ്. അന്നാണ് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഒരു സ്വതന്ത്ര ഇന്ത്യ ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരുന്നു? ഇന്ത്യ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ, ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കോളനി ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല ഒട്ടനേകം രാജ്യങ്ങൾ അങ്ങനെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യക്ക് ഒരു കംപ്ലീറ്റ് ഫ്രീഡമോ ഇൻഡിപെൻഡൻസോ ഉണ്ടായിരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കതറിയാം. 1800-കളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത്. അതിന് മുമ്പ് മറ്റ് വിദേശ ശക്തികളൊക്കെ ഇന്ത്യയിൽ വന്നെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി ആയിട്ട് ഇന്ത്യയിൽ 1600-കൾ മുതൽ കൊമേഴ്ഷ്യൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ വാണിജ്യ താല്പര്യവുമായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർ ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇന്ത്യയിൽ എത്തിയവർ ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി ആയിട്ട് ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ എന്നൊക്കെ പറയുന്ന 1700-കൾക്ക് അകത്ത് നടന്ന യുദ്ധത്തിന്റെ അകത്തൊക്കെ വിജയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഭരണ സംവിധാനമായിട്ട് ബ്രിട്ടൻ മാറുകയും അങ്ങനെ ഇന്ത്യ ഒരു കംപ്ലീറ്റ് ബ്രിട്ടന്റെ കീഴിലുള്ള ഒരു എന്താ പറയാ ഒരു കോളനി രാജ്യമായിട്ട് ബ്രിട്ടൻ മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്ത്യ പല കാലത്തും ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി മറ്റ് കോളനി രാജ്യങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളും ആക്ടുകളും ലൈക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടുകളും കൗൺസിൽസ് ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടുകൾ കൊണ്ടുവരികയും അതിലൂടെ ഇന്ത്യയെ ഭരിക്കുകയൊക്കെ ചെയ്യാണ് ഉണ്ടായിരുന്നത്. എന്നാൽ
കൃത്യമായിട്ട് ഇന്ത്യയെ ഭരിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനയോ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര സ്വഭാവമോ ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകൾക്കകത്ത് നമ്മളെ ചെറിയ പ്രായം മുതൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും ഇൻട്രൊഡക്ഷൻ ബ്രീഫ് ഇവിടെ പറഞ്ഞത് അന്നുള്ള നമ്മുടെ ഒരു നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. അന്ന് നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഭരിക്കപ്പെടുകയായിരുന്നു, നമുക്ക് ഭരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹിന്റ് എന്ന രീതിയിലാണ് ആ ഭാഗമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മേക്കിങ്ങിനെ സംബന്ധിച്ചാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മേക്കിങ്ങിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് സ്വതന്ത്രമായപ്പോൾ പോലും ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യമായതിന് 1947 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഇന്ത്യക്ക് ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് 1950-ലാണ്. അപ്പം സ്വതന്ത്രമായതിനു ശേഷം പോലും നമുക്ക് ഭരണഘടന ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വതന്ത്രമാവുന്നതിന് തൊട്ട് മുൻപത്തെ വർഷം നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചരിത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം, അല്ലെങ്കിൽ ഭരണഘടന അത് ആ ഒരു പർപ്പസിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് പറയുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എത്താൻ വേണ്ടി ഇന്ത്യ ഒരുപാട് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഐഡിയ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാണ് മുന്നോട്ട് വെച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന ഐഡിയ ഒക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എം.എൻ. റോയി ആണ്. എം.എൻ. റോയി ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഫ്രീഡം മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു ലീഡർ ആയിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറും കൂടെ ആയിരുന്നു എം.എൻ. റോയി. അങ്ങനെയാണ് എം.എൻ. റോയി അറിയപ്പെടുന്നത്. അപ്പം എം.എൻ. റോയി ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം, ആ ഭരണഘടന മേക്ക് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആള് എം.എൻ. റോയി ആണ്. എം.എൻ. റോയി 1939 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിലാണ് ഈ ആവശ്യം എഴുതുന്നത്, അല്ലെങ്കിൽ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്, ഈ ഐഡിയ മുന്നോട്ട് വെക്കുന്നത്, ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യക്ക് വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച ഒരാള് എം.എൻ. റോയി ആണ്. ഓക്കെ. അപ്പം അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സമീപിക്കുകയും ഭരണഘടന എന്ന ആവശ്യം നിരന്തരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് 1940 ഒരു ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓഫർ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം 1942 ഒരു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു വിടുന്നുണ്ട്. അതിലേക്ക് വൺ ഓഫ് ദി ഓഫർ, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. സമരം അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള റവല്യൂഷണറി രീതിയിലേക്ക്, എക്സ്ട്രീമിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വഭാവങ്ങൾ മാറി. അങ്ങനെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനെയുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഈ പറഞ്ഞ ഓഗസ്റ്റ് ഓഫറും 1940 1942 ക്രിപ്സ് മിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ ആ മിഷൻസും ആ ശ്രമങ്ങളും ഒന്നും വിജയിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എന്നാൽ 1946 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലേക്ക് ഇതേ ആവശ്യത്തിന് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന പർപ്പസിന് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അതിന്റെ പേര് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നുള്ളതാണ്, അഥവാ ക്യാബിനറ്റ് മിഷൻ എന്നുള്ളതാണ്. അപ്പം 1946 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു ബോഡി, അല്ലെങ്കിൽ ഒരു മിഷനാണ്, ഒരു ദൗത്യ സംഘമാണ് ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ ഒത്തിരി ലക്ഷ്യങ്ങളുമായിട്ട് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് ലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു ഇത്. അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് പെറ്റിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ് എന്നൊക്കെ പറയുന്ന 3 ബ്രിട്ടീഷ് ലീഡേഴ്സ് ആയിരുന്നു. അവർ 3 പേരും അവിടുത്തെ അവിടുത്തെ മിനിസ്ട്രിക്ക് അകത്തുള്ള ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്നത് പെറ്റിക് ലോറൻസ് ആണ്. ഹെഡ് ഓഫ് ദി, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് പെറ്റിക് ലോറൻസ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ മിഷനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആ 3 അംഗ ദൗത്യ സംഘം ഇന്ത്യയിൽ വരികയും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കുന്നതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് പഠിക്കുകയും അതിന് ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായിട്ട്, ഇന്ത്യക്ക് ഒരു ഭരണഘടന
ഉണ്ടാക്കാനുള്ള, ഇന്ത്യക്ക് ഒരു ഭരണഘടന പ്രിപ്പയർ ചെയ്യാനുള്ള, ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ട് എന്ന തരത്തിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് മുമ്പാകെ ഇവർ തിരിച്ചുപോയി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ കോളനി രാജ്യത്തിന് അത് തൊട്ടടുത്ത കാലങ്ങളിൽ സ്വതന്ത്രമാവും എന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടന ഉണ്ടാക്കാൻ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ മിഷന്റെ ഭാഗമായിട്ടാണ്, ഈ മിഷൻ തിരിച്ചുപോയി അനുകൂല റിപ്പോർട്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കും, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മിഷൻ ഏത് അല്ലെങ്കിൽ പ്ലാൻ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 എന്ന് പറയാം. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ 3 പേരുകൾ നിങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സക്സസ് ആയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ 1946 ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. അതേ 1946 അവസാനത്തോടു കൂടിയാണ് നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസംബ്ലി ഫോം ചെയ്യുന്നത്. അപ്പം അതിന്റെ ഡേറ്റും ഇയറും ഒക്കെ ഓർക്കണം. 1946 ഡിസംബർ 6 ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വാസ് ഫോംഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസംബർ 6 ഫോം ചെയ്യുന്ന സമയത്ത്, 1946 ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ ടോട്ടൽ മെമ്പർഷിപ്പ്, അതിൽ ഇന്ത്യക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 389 പേരാണ് അതിലുണ്ടായിരുന്നത്. അവർ ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുന്ന ആളുകളും, എന്നാൽ അന്ന് ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ട പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കകത്തുനിന്ന് ഉൾപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യസ് പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നും ഉൾപ്പെട്ട മൊത്തം 389 പേര് ഉള്ളതായിരുന്നു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അത് ഫോം ചെയ്യുന്ന സമയത്ത് 1946 ഡിസംബർ 6 ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതായിരുന്നു. ആൻഡ് ഇവരെല്ലാം എലക്റ്റഡ് ആയിട്ടാണോ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എലക്ഷൻ അല്ല. ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്തിയിട്ടുള്ള ആളുകളെല്ലാം എലക്റ്റഡ് മെമ്പേഴ്സും, എന്നാൽ പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെല്ലാം നോമിനേറ്റഡ് മെമ്പേഴ്സും ആയിരുന്നു. സോ ഏറ്റവും അതെങ്ങനെയുള്ളതായിരുന്നു എന്ന് വെച്ചാൽ പാർട്ടിലി എലക്റ്റഡ് ആൻഡ് പാർട്ടിലി നോമിനേറ്റഡ് ബോഡി ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ മെമ്പർഷിപ്പ് 389. അതിൽ 296 ആളുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസിൽ നിന്ന് വന്നവരായിരുന്നു. 93 persons ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസിൽ നിന്ന് 296 പേരും, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് 93 പേരും. അങ്ങനെ മൊത്തം 296 പ്ലസ് 93 നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൂട്ടിക്കഴിഞ്ഞാൽ 389 ആയിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് 2 രീതിയിൽ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വിഭജിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ആളുകളും പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് ആഫ്റ്റർ പാർട്ടീഷൻ 1947 ഓഗസ്റ്റ് 15 ആഫ്റ്റർ പാർട്ടീഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് 389 നിന്നും കുറയുന്നുണ്ട്. അത് കുറഞ്ഞിട്ട് 299 ആവുന്നുണ്ട്. അപ്പൊ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസ് എന്ന് പറഞ്ഞത് കുറഞ്ഞിട്ട് 296 229 മാറുകയും ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള 93 നിന്നുള്ള 93 എന്ന് പറയുന്ന സംഖ്യ 70 ആയിട്ട് കുറയും. അങ്ങനെ മൊത്തം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് ആഫ്റ്റർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ റെഡ്യൂസ്ഡ് ടു 299 ആയിട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി എന്നും കൂടെ നമ്മൾ ഓർക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് ആണ്. അതിന്റെ ഫോർമേഷന്റെ ഡേറ്റ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഓർക്കുക. പിന്നീട് 1946 ഡിസംബർ 9 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിന്റെ ആദ്യത്തെ യോഗം ചേരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് അവർ നടത്തുന്നത് ഡിസംബർ 9 1946 അപ്പൊ ആ ഒരു മീറ്റിംഗിന്റെ അകത്ത് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗമാണ്. ആ യോഗത്തിന്റെ അകത്ത് അവർ അധ്യക്ഷനായി ആ സഭയെ ലീഡ് ചെയ്യാൻ ഒരാള് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇലക്ഷൻ ഒന്നും നടന്നിട്ട് അതിന് അധ്യക്ഷനൊന്നും തെരഞ്ഞെടുക്കുന്ന സാഹചര്യമായിട്ടില്ല. ആദ്യത്തെ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രഞ്ച് പ്രാക്ടീസ് പ്രകാരം നമ്മളൊരു ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ ആയിരുന്ന ആ സഭയ്ക്കകത്ത് ഒന്ന് പ്രസന്റ് ആയതിൽ
ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ ആയിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ആ ഒന്നാമത്തെ യോഗത്തിൽ ഫസ്റ്റ് മീറ്റിംഗിൽ ഡിസംബർ 9 തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് selected as the temporary president of the Constituent Assembly on its first meeting. അത് സ്ഥിരമായിട്ടൊരു അധ്യക്ഷൻ വരുന്നത് വരെ തൽക്കാലത്തേക്ക് ആ സഭയെ നിയന്ത്രിക്കാൻ അധ്യക്ഷൻ എന്ന രീതിയിൽ ആണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഡിസംബർ 9 ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നല്ല ഒരുപാട് വർഷങ്ങളായിട്ട് കേരള ലോ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. was the temporary president of the Constituent Assembly എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ when was the Dr. Sachidhananda Sinha was selected as the temporary president of the Constituent Assembly എന്നൊക്കെ ചോദിച്ചാൽ ഡിസംബർ 9. പിന്നീട് ഡിസംബർ 11 വീണ്ടും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മീറ്റിംഗ് ചേരുവാണ്. അവർ നിരന്തരം 2 വർഷം 11 മാസം 18 ദിവസമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുത്തൊരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലയളവിന്റെ അകത്ത് ഒരുപാട് തവണ സെഷൻസും മീറ്റിംഗ്സും ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചേരുന്നുണ്ട്. അപ്പം ഡിസംബർ 11 ചേരുന്ന മീറ്റിംഗിന്റെ അകത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് elected as the permanent president of the Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി, പ്രസിഡന്റ് ആവുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് തന്നെയായിരുന്നു ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡിസംബർ 11, 1946 തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് പെർമനന്റ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജിയും തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വീണ്ടും ഒരു മീറ്റിംഗ് ചേരുകയാണ്. ഡിസംബർ 13 ചേരുന്ന 1946 തന്നെയാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിനുള്ള മീറ്റിംഗ്സിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 13 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു യോഗം ചേരുന്ന സമയത്ത് ആ യോഗത്തിന്റെ അകത്ത് ആ മീറ്റിംഗിന്റെ അകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയാവുന്ന അതിനുശേഷമാണ് പ്രഥമ പ്രധാനമന്ത്രിയൊക്കെ ആവുന്നത്, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാവുന്ന ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മുമ്പാകെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ ഫിലോസഫി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കണം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ എങ്ങനെയാണ് ഭരണഘടന നോക്കി കാണേണ്ടത്, ഇന്ത്യ എത്തരത്തിലുള്ള രാജ്യമായിട്ട് വേണം ഭരണഘടന വിലയിരുത്താൻ അല്ലെങ്കിൽ ഭരണഘടന അതിൻ്റെ അകത്ത് രേഖപ്പെടുത്താൻ എന്നൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം എന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിന്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ ഇന്നും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ഭാഗത്താണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഭരണഘടനയുടെ ആമുഖമാണ്, തുടക്ക ഭാഗമാണ്, ഇൻട്രൊഡക്ഷൻ ആണ്, പ്രിഫേസ് ആണ്. അപ്പൊ ആമുഖത്തിന്റെ അകത്ത് എങ്ങനെയുള്ളതായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ നേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് അതിന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെയാണ്. ആ പ്രിയാമ്പിളിന്റെ ഒരു മുൻഗാമിയായിട്ടൊക്കെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിരുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. ഡിസംബർ 13 1946 അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയും ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പിന്നീട് പ്രിയാമ്പിളിന്റെ കണ്ടന്റ് ആയതുകൊണ്ടാണ് നെഹ്റുവിനെ നമ്മൾ പ്രിയാമ്പിളിന്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഫാദർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ആ പോയിന്റ് ഒക്കെ നമുക്ക് പ്രിയാമ്പിൾ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിസംബർ 13 കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. അത് പിന്നീട് പ്രിയാമ്പിളായി മാറി. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡിസംബർ 13 അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 1947 ജാനുവരി ആയപ്പോ തന്നെ ജനുവരി 22 1947 ജാനുവരി 22 എന്ന് പറയുമ്പോൾ ഡിസംബർ 1946 കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസമാണ്. ആ ഒരു ഡേറ്റിൽ ജനുവരി 22 തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിനെ അഡോപ്റ്റ് ചെയ്ത് ഭരണഘടനയുടെ ഭാഗമാക്കാൻ, ഈ റെസൊല്യൂഷനെ ഭരണഘടനയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഏത് ഭാഗമാക്കണം എന്ന് തീരുമാനിച്ചില്ല, ഭാഗമാക്കാൻ തീരുമാനിച്ചു. പിന്നീട് ഭരണഘടന വന്നപ്പോഴാണ് 1950 ജാനുവരി 26 ആണല്ലോ ഭരണഘടന വരുന്നത്, നിലവിൽ വരുന്നത്. ആ വന്ന സമയത്ത് പ്രിയാമ്പിൾ ആയിട്ട് ആയിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനയ്ക്കകത്ത് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയെ മേക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ 2 വർഷം 11 മാസം 18 ദിവസമാണ് ഈ ഭരണഘടന ഫ്രെയിം ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് എടുത്ത ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പിന്നീടും ഒരുപാട് സെഷൻസും മീറ്റിംഗ്സും ഒക്കെ നടന്നു. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള 2-3 മീറ്റിംഗ്സിന്റെ ഡേറ്റും അതിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് അതിനെ മേക്ക് ചെയ്യുന്നത്. അവര് തന്നെയാണ് അതിനെ ഒഫീഷ്യലി ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് അഡോപ്റ്റ് അഥവാ അംഗീകരിക്കുന്ന ഡേറ്റ്, അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് റെഡാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷന് കാണാൻ വേണ്ടി സാധിക്കില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 1949 നവംബർ 22 നമ്മുടെ ഭരണഘടനയുടെ വർക്കൊക്കെ പൂർത്തിയായി ഭരണഘടനയെ ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് സ്വീകരിക്കുന്നത്. ഈ ഒരു ഡേറ്റ് നമുക്ക് നമ്മുടെ പ്രിയാമ്പിളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയാമ്പിളിന്റെ അവസാനത്തെ വരിയായിട്ട് പറയുന്നുണ്ട് ഈ ദിവസം, ഇന്നേ ദിവസം 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് നവംബർ 26. അതുകൊണ്ടാണ് നമ്മൾ വർഷാവർഷം ഇന്ത്യയുടെ നിയമദിനമായിട്ടും ഭരണഘടനാ ദിനമായിട്ടും ഒക്കെ ഈ നവംബർ 26 ആചരിക്കുന്നത്. നിയമദിനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമം അല്ലെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞ ഭരണഘടനയാണ്. അതുകൊണ്ട് ഭരണഘടന ഉണ്ടായ ദിവസം നിയമ ദിവസം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് നവംബർ 26 ഭരണഘടന അഡോപ്റ്റ് ചെയ്തെങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്നത് 2 മാസങ്ങൾക്ക് ശേഷം ജാനുവരി 26 ജനുവരി 26 1950 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്, എൻഫോഴ്സ്ഡ് ആവുന്നത്, കമൻസ് ചെയ്യുന്നത്. ആ ദിവസമാണ് നമ്മൾ ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി മാറി എന്ന് ഭരണഘടന വന്നതോടുകൂടിയാണ് അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത്. അപ്പൊ എന്താണ് റിപ്പബ്ലിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചോദ്യം വരെ നമ്മുടെ എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ഉള്ള ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ രാഷ്ട്രം എന്ന് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ, ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉള്ള ഭരണത്തലവനല്ല, ഒരു രാഷ്ട്രത്തലവനുള്ള രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യമാണ് റിപ്പബ്ലിക്, ജനങ്ങൾ തിരഞ്ഞെടുത്ത. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ്. he or she is elected by the people. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളല്ലേ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്ട്ലി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ തന്നെയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾക്ക് ഭരണത്തലവൻ ഇലക്ഷനിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണത്തലവനുള്ള രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക്കൻ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആവുന്നത് 1950 ജാനുവരി 26 ഭരണഘടന വരുന്നതോടു കൂടിയാണ്. അതുകൊണ്ടാണ് ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക്കൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ബ്രീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് തന്നെ. പിന്നെ നമ്മൾ ഭരണഘടന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി ക്ലാസ്സുകളും കൂടെ കേൾക്കുക. നിങ്ങൾ നമ്മുടെ ബേസിക് ലോ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കുക, പഠിക്കുക. അത് മാത്രമല്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ലീഗൽ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ലീഗലിന്റെ ഒരു 50% പ്ലസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എക്സാംസിന് ഉണ്ടാവുക. ബാക്കി മറ്റെല്ലാ നിയമങ്ങളും കൂടെ ചേർന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മുടെ ബേസിക് രാജ്യത്തെ ഏറ്റവും ബേസിക് നിയമം എന്ന രീതിയിലും സുപ്രീം നിയമം എന്ന രീതിയിലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിയമം എന്ന രീതിയിലൊക്കെ നമ്മൾ ഭരണഘടനയെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. അതിന് ഈ ക്ലാസ് മുതൽക്കൂട്ട് ആയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.